നഗരസഭയിലെ കൗൺസിലേഴ്സൊക്കെ ആയിട്ട് കോൺഗ്രസ് ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ പ്രധാനപ്പെട്ട ചില കൗൺസിലേഴ്സ് ഇന്ന് പാർട്ടിയിലേക്ക് കടന്നു വരുന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് അത്തരത്തിലുള്ള? അറിയില്ല, അത് ഇവിടുത്തെ ലീഡർഷിപ്പ് ചെയ്തതാണ്. ഞാനതിനെപ്പറ്റി അറിയില്ല, അന്വേഷിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം പറയാം. സന്ദീപ് വാര്യർ വന്നവിടെ കോൺഗ്രസ് RSS ക്യാമ്പ് മാറി എന്നാണ് CPM. അത് CPM എന്തെങ്കിലും പറയണ്ടേ? കിട്ടാണ്ടിരിക്കുമ്പോൾ അത് പൊളിക്കും. മനസ്സിലായോ? കാര്യം മനസ്സിലായില്ലേ? അത് അവർക്ക് കിട്ടിയിരുന്നുവെങ്കിൽ അത് ഭയങ്കരമായ നേട്ടമായിരുന്നു. പാർട്ടിക്കും രാജ്യത്തിനും വ്യക്തിക്കും എല്ലാം ഗുണമാകുമായിരുന്നു. അത് അവർക്ക് കിട്ടാത്തത് കൊണ്ട് അവർക്ക് അങ്ങനെ പറയാൻ പറ്റും. അത്ര വലിയ നേട്ടമാണോ സന്ദീപ് വാര്യരിലേക്ക്? നമുക്കാര് ഇപ്പോൾ സന്ദീപ് വാര്യർ പോലെ എത്രയോ വാര്യർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ BJP യിൽ നിന്ന് ഒരാൾ വരുന്നു, മറ്റു പല സ്ഥലങ്ങളിലും BJP യിലേക്ക് ആളുകൾ പോകുന്നു. അപ്പോൾ ഒരു റിസ്ട്രെയിൻ ചെയ്യാനുള്ള ഒരു തിങ്കിങ് പബ്ലിക്കിൻ്റെ മുമ്പിൽ വരില്ലേ? എന്തുകൊണ്ട് ഇത്രയും കാലം ഇവിടെ നിന്ന് സന്ദീപ് വാര്യർ മാറി എന്നൊരു ചോദ്യം വരില്ലേ? ആ ചോദ്യം വരുമ്പം കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടൂലേ? ആ ഉത്തരമൊക്കെ BJP-ക്കെതിരാവും സ്വാഭാവികമായി. വെറും ഒരു ചർച്ച നടത്തി വന്നതാണോ? എന്തെങ്കിലും ഒരു അദ്ദേഹത്തിന് സീറ്റോ അങ്ങനത്തെ ഒരു കണ്ടീഷൻസും നമ്മൾ വെച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല. കോൺഗ്രസ്സുകാരനാവണമെന്ന് പറഞ്ഞു ഞങ്ങൾ സമ്മതിച്ചു. ഇന്നലെ വരെ തള്ളിപ്പറഞ്ഞ രാഹുൽ ഗാന്ധി അടക്കം തള്ളിപ്പറഞ്ഞ ഒരാളെ അല്ല, ആയിക്കോട്ടെ, അതൊരു പശ്ചാത്താപമല്ലേ? മുൻപ് നടത്തിയിട്ടുള്ള വിദ്വേഷ അതൊരു തെറ്റുതിരുത്തലല്ലേ? കോൺഗ്രസ് ആവശ്യപ്പെടുന്നില്ല എന്നാണ് MPR പറയുന്നത്. ആവശ്യപ്പെടേണ്ട, അത് അദ്ദേഹം ചെയ്യേണ്ടതൊക്കെ സമയം അദ്ദേഹം അതൊക്കെ ചെയ്യും. അദ്ദേഹം ചെയ്തല്ലോ, ഒരു തവണ മാറ്റി ഇത് പറഞ്ഞല്ലോ. ഒരു തിരുത്തി പറഞ്ഞില്ലേ അദ്ദേഹം? തിരുത്തി പറഞ്ഞല്ലോ അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വഴിയൊക്കെ കോൺഗ്രസിന്റെ ഒരു പാതയായിരിക്കും. നിശ്ചയമായിരിക്കണല്ലോ. കോൺഗ്രസിൽ വരുമ്പോൾ, കോൺഗ്രസിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിൻ്റെ അകത്തുള്ള നയപരിപാടികളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ വന്നിട്ട് പിന്നെ BJP-യുടെ കാര്യം ചെയ്യാൻ കഴിയില്ലല്ലോ. അത്ര വലിയ വിമർശനമൊന്നുമില്ല. മുരളി പറയുന്നത് ഒരു തിരുത്തൽ എന്ന നിലക്കുള്ള ഒരു സംസാരമാണ്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹം ഒരു ഡെലിബറേറ്റ് ആയിട്ട് അങ്ങനെ വലിയൊരു കുഴപ്പമൊന്നും പറഞ്ഞിട്ടില്ല. തിരിച്ച് വിദ്വേഷത്തിന്റെ കടയിലേക്ക് തന്നെ പോകരുതെന്നൊക്കെയാ പറയണം. അതിലൊരു തിരിച്ച് വിദ്വേഷത്തിന്റെ കടയിലേക്ക് തന്നെ പോകരുതെന്നാണ് ശ്രീ മുരളി പറഞ്ഞത്. വിദ്വേഷത്തിന്റെ കട പറയുമ്പോൾ അത് നമ്മൾ പോകില്ലല്ലോ. അല്ല, അങ്ങനെയാണ് സന്ദീപ് വാര്യർ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകരുതെന്നാണ് പറയുന്നത്. അത് പോകുന്നില്ല. അദ്ദേഹം പോകുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇനി ആളുകൾ പോകാൻ ഇഷ്ടം പോലെ പാർട്ടി രാജ്യത്തുണ്ട്. അദ്ദേഹം കോൺഗ്രസിനെ പ്രിഫർ ചെയ്തു. അതുകൊണ്ട് അദ്ദേഹം ഇഷ്ടപ്പെട്ട് വന്നതല്ലേ.